ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. ആ ജനാധിപത്യം ഇവിടെ സംരക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉൾപാർട്ടി ജനാധിപത്യം ഈ പാർട്ടി പറയുന്നുണ്ട്. ആ ഉൾപാർട്ടി ജനാധിപത്യം നടപ്പിലാക്കുവാൻ ഈ വന്ന ഉപരി കമ്മിറ്റിയിൽ നിന്ന് വന്ന സഹാക്കൾ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഈ ഏരിയയിലാകും. നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കൂ. കേരളത്തിൽ മുഴുവൻ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. വേറെ എങ്ങും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും പാർട്ടി നടപടി പേടിക്കുന്നുണ്ടോ? കരുനാഗപ്പള്ളിയിലെ നേതൃത്വത്തിന്റെ കഴിവേട് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഈ സമ്മേളനം ഇത്രയും ലാഗ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായിട്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലെ വിവിധ ഏരിയകളിൽ സമ്മേളനങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് കഴിഞ്ഞു. എന്നാൽ കരുനാഗപ്പള്ളിയിൽ മാത്രം എന്ത് സംഭവിക്കുന്നു? അത് ഇവിടുത്തെ നേതൃത്വത്തിലെ കഴിവേടാണ്. കഴിഞ്ഞ 18-ാം തീയതി എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത്? കഴിഞ്ഞ 18-ാം തീയതി ഈ ലോക്കൽ സമ്മേളനം എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത്? ഞാൻ ഈ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ ബേസ് ചെയ്തല്ല സംസാരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയോടുള്ള ബഹുഭൂരിപക്ഷം ലോക്കൽ സമ്മേളനങ്ങളും കഴിഞ്ഞ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ നിന്നും വ്യത്യസ്തമായി മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലെ നേതൃത്വത്തിന്റെ വല്ലാത്ത ഇടപെടലിന്റെ ഭാഗമായിട്ട് ഏകപക്ഷീയമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് അതെല്ലാം മാറ്റിവെക്കേണ്ടി വന്നിട്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി എന്നിട്ട് വീണ്ടും നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ നടത്തിപ്പിലാണ് ഇന്നലെ കുലശേഖർക്ക് അനാശാസ്യമായ പ്രവർത്തനം. ഇന്നലെ വലിയ സംഘർഷവും അവിടെ പൂട്ടിയിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. കലേലി ഭാഗത്ത് സംഘർഷത്തിലേക്ക് വന്നില്ല. അവിടെ പാർട്ടി അച്ചടക്കത്തിന്റെ പേരിൽ സഹാക്കളെ ഉൾക്കൊണ്ടുകൊണ്ടുപോയി. അത് ഇതേ ധാർഷ്ട്യ മനോഭാവത്തിലുള്ള സമീപനമാണ് കല്ലേലി ഭാഗത്ത് സ്വീകരിച്ചത്. ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി വന്ന ഈ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ അവർക്ക് CPIM ഏരിയ കമ്മിറ്റി നേതൃത്വത്തോട് വലിയ എതിർപ്പാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഈ CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുൻവശം ആ കോമ്പൗണ്ടിലേക്ക് ഈ സമരക്കാർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. കാരണം 100-ൽ താഴെ വരുന്ന പോലീസ്, അത് വനിതാ പോലീസ് അടക്കമുള്ളവർ ഇവിടെ ഈ സമരക്കാരെ തടയുന്നതിനായി നിൽപ്പുണ്ട്. ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് തീർത്ത ഈ ഒരു വലയത്തിന് മുന്നിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷേ അകത്തേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നില്ല. പോലീസ് അവർക്ക് പ്രതിബന്ധം തീർത്തിരിക്കുകയാണ്. ഇന്നലെ ഏതായാലും ഈ CPIM കുലശേഖരപുരം CPIM ലോക്കൽ സമ്മേളനത്തിൽ അവിടെ വിഭാഗീയത പ്രത്യക്ഷത്തിൽ അത് വന്നിരിക്കുന്നു. ഇവർ ഏതായാലും ഇന്നലെ നടന്ന ഈ ലോക്കൽ കമ്മിറ്റി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പും അവർ അംഗീകരിക്കുന്നില്ല. അതിന് ജില്ലാ നേതൃത്വം അടിയന്തരമായിട്ട് ഇടപെടണം എന്നാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ഇടപെടണം. ഇവർ അച്ചടക്ക നടപടിയെ ഇവർ ഭയക്കുന്നില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സമരവുമായി ഇങ്ങോട്ടേക്ക് വന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കരുനാഗപ്പള്ളി മേഖലയിൽ CPIM-ൽ വിഭാഗീയത മറ നീക്കി പുറത്തു വന്നിരിക്കുന്നതിന് പറയാൻ ഇനി സംസ്ഥാന നേതൃത്വം ഒപ്പം തന്നെ ജില്ലാ നേതൃത്വവും ഒക്കെ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഒരു രീതിയിലും ഈ സമരക്കാർ ഒരു അനുനയത്തിന് തയ്യാറല്ല. അവർ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇന്നലെ തന്നെ അവരുടെ പ്രതികരണം നാം കേട്ടതാണ്. കടുത്ത വിമർശനങ്ങൾ, അത് പീഡന പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം പരാതികളുമായാണ് അവർ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഈ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിൻ്റെ ഉൾപ്പെടെ എതിരെ പരാതിയുമായി വന്നിരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇവർ പറയുന്ന ആരോപണങ്ങളെല്ലാം എതിർത്തുകൊണ്ട് ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വന്നിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. CPIM-ന്റെ സർക്കാരാണ്, അതായത് ഭരണമുന്നണിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രതിഷേധം കാണിക്കുന്നത്. അത് മുന്നണിക്കകത്ത് എന്ന് മാത്രമല്ല പാർട്ടിക്കകത്ത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പരസ്യമായി ഇപ്പോൾ പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധത്തിലേക്ക് സേവ് CPM എന്ന ഒരു ഹാഷ്ടാഗുമായി അഴിമതിക്കാർക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുദ്രാവാക്യങ്ങളെല്ലാം മുഴങ്ങുന്നത്. ഈ കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ നേരത്തെ ഉയർന്ന പ്രതിഷേധം അത് നേതൃത്വം വേണ്ട രീതിയിൽ കണക്കിലെടുത്തിരുന്നില്ലേ? ഇവർ മേൽഘടകത്തെയൊക്കെ അറിയിച്ചുവെന്നാണല്ലോ പറയുന്നത്. മേൽഘടകം ഇടപെട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് തെരുവിലേക്കുള്ള ഈ പ്രതിഷേധ പ്രകടനം കാണുമ്പോൾ? സുജയ, ഈ ഒരുപക്ഷെ CPM-ന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഇതാദ്യമായിട്ടായിരിക്കും CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് CPM അണികൾ തന്നെ ഒരു പ്രതിഷേധ മാർച്ചുമായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന്റെ വലിയ പ്രാധാന്യം എന്നുള്ളതും. സാധാരണഗതിയിൽ ഈ CPM-ന്റെ ലോക്കൽ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ ലോക്കൽ സമ്മേളനങ്ങളിലും ഉണ്ടാകാറുണ്ട്. പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളൊക്കെ അത് പാർട്ടി വേദിയിൽ തന്നെ, അതായത് ഈ പ്രതിനിധി സമ്മേളനത്തിൽ തന്നെ പരസ്പരം അത് പറഞ്ഞ് തീർക്കാറാണ്.